ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. ധോണിക്ക് ശേഷം കോഹ്ലിയും, കോഹ്ലിക്ക് ശേഷം രോഹിത് ശർമ്മയും ഇന്ത്യ ക്യാപ്റ്റനാക്കി. എന്നാൽ ഇപ്പോൾ രോഹിത് പടിയിറങ്ങാൻ പോവുകയാണ്. BCCI രോഹിത് ശർമ്മയെ പെർമനന്റ് ആയിട്ട് ടീമിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഒഴിവാക്കിയേക്കും. പകരം പുതിയൊരു ക്യാപ്റ്റനായിരിക്കും ഇനി ഇന്ത്യൻ ടീമിനെ. അത് ആരായിരിക്കുമെന്നത് വ്യക്തമല്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയെ ഒഴിവാക്കാനാണ് തീരുമാനം. ഒരുപക്ഷെ ഏകദിന ടീമിൽ മാത്രം രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മുഴുവനായിട്ടും രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കും. രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫ്ലോപ്പാണ്. രോഹിത്തിനെ മാറ്റി ബുംറയെ ടെസ്റ്റ് ക്യാപ്റ്റനാക്കാനാണ് BCCIയുടെ പദ്ധതി. ഇനിയൊരു പക്ഷേ ഏകദിനത്തിലാണെങ്കിൽ ഈ ചാമ്പ്യൻസ് ട്രോഫി വരെ മാത്രമേ രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഏകദിനത്തിൽ നിന്നും ക്യാപ്റ്റൻസി ഒഴിയും. 37 വയസ്സുള്ള രോഹിത് ശർമ്മയെ മുഴുവനായിട്ടും ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഓസ്ട്രേലിയയുമായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ നാണം കെട്ടാണ് തോറ്റത്. 10 വിക്കറ്റിന്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത ടെസ്റ്റിന് വേണ്ടിയാണ്. ഇപ്പോഴത്തെ ടെസ്റ്റ് ടീമിൽ നിന്ന് സീനിയർ താരങ്ങളെ പുറത്താക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. BCCI ആണ് സീനിയർ താരങ്ങൾക്ക് താക്കീത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ, കോഹ്ലി ഇവർക്കാണ് വാണിംഗ് ലഭിച്ചിരിക്കുന്നത്. സീനിയർ താരങ്ങളെ ടെസ്റ്റിൽ നിന്ന് മാറ്റി സഞ്ജു, തിലക് വർമ്മ, സൂര്യ ഇവരെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരാനാണ് BCCIയുടെ തീരുമാനം. ഒരുപക്ഷെ വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിലായിരിക്കും ഈ 3 താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. സഞ്ജുവിന് ടെസ്റ്റ് അരങ്ങേറ്റത്തിന് അവസരമൊരുങ്ങുകയാണ്. അതുപോലെ 3-ാം നമ്പറിൽ തിലക് വർമ്മയും കളിക്കും. സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. രോഹിത്തിനെ ടെസ്റ്റിൽ നിന്ന് മാറ്റുമ്പോൾ ആ സ്ഥാനം സഞ്ജുവിന് കിട്ടും. ഓൾറെഡി T20 സഞ്ജുവിന് സ്ഥാനം കിട്ടി. ഇനി സഞ്ജു ടെസ്റ്റിലേക്ക് കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.